സഹായിച്ചിട്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പോയിട്ട് തലഭാഗം പിടിക്കുക, ഞങ്ങൾ വാല് പിടിക്കുക, അത് നടക്കണ കാര്യമൊന്നുമല്ല. അപ്പോ ഭഗവാൻ പറഞ്ഞത് വിട്ടുകൊടുത്തേക്ക്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലേ ഇതൊക്കെ വിട്ടുകൊടുത്തേക്ക്. ഇത് പറഞ്ഞു വിട്ടുകൊടുത്തു. അവര് തലഭാഗം പോയി പിടിച്ചു, ഇവര് വാൽഭാഗം പിടിച്ചു. അങ്ങനെ കടയാൻ തുടങ്ങി. ആ കടയാൻ തുടങ്ങിയ സമയത്ത് അതിലാദ്യം പറയണത് എന്താന്ന് വെച്ചാല്, വാസുകിയോട് ആദ്യം പറഞ്ഞെന്താന്ന് വെച്ചാല് പാലാഴി കടയണം. സമയത്ത് തന്നെ എല്ലാവരും എന്താ ചെയ്തത്, വേഗം ലക്ഷ്മിദേവിയൊക്കെ അഭിഷേകമൊക്കെ ചെയ്തു. എന്താന്ന് വെച്ചാൽ ആ ഐശ്വര്യം കാണുന്ന സമയത്ത് ചെയ്യാതിരിക്കാൻ തോന്നില്ലേ, അഭിഷേകം കണ്ട് ചെയ്തു. എന്നിട്ട് ഇതിപ്പോ ആരാ എടുക്കുക ഇല്ലേ, അസുരന്മാരൊക്കെ ഇങ്ങനെ ഒരു കാല് മുന്നോട്ട് വെച്ചിട്ടാണ് നിൽക്കുന്നത്. കിട്ടുകയാണെങ്കിൽ വേഗം ഇങ്ങോട്ട് എടുക്കാതെ വിചാരിച്ചിട്ട്. അപ്പൊ ലക്ഷ്മിദേവി പറഞ്ഞു അവിടെ നിൽക്കട്ടെ, എന്റെ കാലം ഞാൻ തന്നെ തീരുമാനിച്ചോളാം തൽക്കാലം ഇല്ലേ, ഞാൻ നോക്കട്ടെ. അങ്ങനെ അവിടുന്ന് അങ്ങനെ നടന്ന് നോക്കി, ഓരോരുത്തരും നോക്കി. അതിപ്പോ ആരാ, ഇത് മഹാബലിയായി, അത് വേണ്ട, കുറച്ച് പ്രായം കൂടുതലാ ഇല്ലേ. അങ്ങനെ ഓരോരുത്തരെയും നോക്കുന്ന സമയത്ത് ഓരോ അസുരന്മാരെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു തേജസ് അല്ലേ, അയ്യോ ഉണ്ട കണ്ണും ഒക്കെ ആയിട്ടുള്ളത്, ഇതൊന്നും ശരിയാവില്ല. എന്തെങ്കിലും നന്മകൾ ചെയ്യും. പരീക്ഷിത്ത് മഹാരാജാവ് ചെയ്തത് മുഴുവൻ പുണ്യമാണ്, നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ 10,000 നല്ല കാര്യങ്ങൾ ചെയ്താലും അദ്ദേഹം ഇപ്പൊ ചെയ്തൊരു കാര്യമില്ലേ, എത്ര ദോഷമാണ് ആ കാര്യം. വലിയൊരു പാപല്ലേ ചെയ്തത്. അതിന്റെ ഫലം അത് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതിപ്പോ മുനികുമാരനെ ശപിക്കാൻ തോന്നിയില്ല എന്ന് വിചാരിച്ചാൽ വേറെ രീതിയിലായിരിക്കും ഇല്ലേ. തപസ് ചെയ്ത സ്ഥലത്തെത്തി. അവിടെ വന്ന് നോക്കുന്ന സമയത്ത് എന്താ സ്ഥിതി പറയും, ശരീരത്തിൽ ഇറച്ചിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തില് ഇറച്ചിയൊന്നുമില്ല. ആ മജ്ജയും മാംസവും ഒക്കെ പോയി, ഉറുമ്പരിക്കുന്നുണ്ട് ശരീരം. തീയൊക്കെ കെട്ടുപോയി, പക്ഷെ ഉറുമ്പരിക്കുന്നുണ്ട് ശരീരം. അവിടുന്ന് പുല്ലൊക്കെ വന്ന് മുളയ്ക്കാൻ തുടങ്ങി ശരീരത്തിൽ. പൊട്ടി വന്ന് മൂടാൻ തുടങ്ങി. വെറും അസ്ഥി മാത്രം. ഒരാളുടെ ചെയ്യുന്നത് കർമ്മം എന്താന്നുള്ളതല്ല ഇല്ലേ, തെറ്റുള്ള പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പോലും ആ നിശ്ചയത്തിനാണ്